ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജനിക്കുമ്പം തന്നെ ഇത്ര അണ്ടം, ഇത്ര എക്സ് അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടെന്നും പറഞ്ഞിട്ടാണ് ജനിക്കുന്നത്. ഇന്ന് തൊട്ട് എല്ലാ മാസവും ഓരോ എഗ്ഗായിട്ട് റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു, പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് നമ്മൾ ബീജമായിട്ട് ഉണ്ടായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. പിന്നെ അതിന്റെ ആ സമയത്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹോർമോൺ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ആണ്. അപ്പൊ അതിന്റെ അളവ് കൂടി 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 നമുക്ക് ആ മെച്യൂരിറ്റി അനുസരിച്ച് വരും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രായത്തിലുള്ള ഒരു സ്ത്രീക്ക് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് എന്തൊക്കെ രീതികൾ, ജീവിത ശൈലികളായിരിക്കും സ്വീകരിക്കേണ്ടി വരിക? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സെൽഫ് കെയർ ആണ്. നമ്മൾ ഒരു കുടുംബമായിരുന്നാലും ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നാലും, നമ്മളെ സോഷ്യൽ ആകാം, ഇൻഡിവിജ്വൽ ആകാം, നമുക്ക് ആദ്യം വേണ്ട സെൽഫ് കെയർ. നമ്മളെ ഒരു പരിധി ഇടണം, ഒരു വര വരയ്ക്കണം. ഇപ്പോൾ ഒരു സ്ത്രീനെ, ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഇത് കൂടാതെ എൻ്റെ അമ്മ അച്ഛനുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ സർക്കിൾ, ഇതാണ് എൻ്റെ ഒരു സർക്കിൾ. അപ്പൊ എനിക്കറിയണം ഇവരെല്ലാം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. എല്ലാ കാര്യങ്ങളും നോക്കേണ്ട എൻ്റെ കൂടെ നമ്മളെ കാര്യവും നോക്കണം. അതിനാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീകളും ചെയ്യാത്തത് അതാ. ഇവര് സെൽഫ് കെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവർ വിചാരിക്കും ഒരു പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മസാജ് എടുക്കുക. അതല്ല സെൽഫ് കെയർ എന്ന് പറയുന്നത്. സെൽഫ് കെയർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്മൾ ഹോബീസ് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ, അത് കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ആ മിഡിൽ ഏജ് ആകുമ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും ഒരു വർക്കിംഗ് ഫീൽഡിലോട്ട്, കാരണം പൈസ ഉണ്ടാക്കണമല്ലോ, നമുക്ക് സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മൾ പലതും മറന്നിട്ടായിരിക്കും ഇൻകം ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ അപ്പോൾ മറക്കുന്ന നമ്മളുടെ ഹോബീസ് ഉണ്ടായിരിക്കും. ഡാൻസ് ഇഷ്ടപ്പെട്ടവർ കാണും, പാട്ട്, പടം വരയ്ക്കുന്നവർ കാണും, യാത്ര ചെയ്യുന്നവർ കാണും. ആ ഒരു സാധനമാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് എനിക്ക് മാറി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാർ. ആ പോകുന്ന സ്ഥലത്ത് ആരും എനിക്ക് അറിയുന്നവരായിരിക്കരുത്. എൻ്റെ അമ്മ പോകുന്ന സ്ഥലമോ, എൻ്റെ സഹോദരി പോകുന്ന സ്ഥലമോ, എൻ്റെ കൂട്ടുകാർ പോകുന്ന സ്ഥലത്തോ ആയിരിക്കില്ല ഞാൻ ഡ്രോയിങ് പഠിക്കാൻ പോവേണ്ടത്. അവിടെ പോകുമ്പോൾ എനിക്ക് പുതിയ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം, പുതിയൊരു എൻവയൺമെന്റ് ആണ്. അങ്ങനത്തെ അതൊരു നല്ല രീതിയിലുള്ള സെൽഫ് കെയർ ആണ്. രണ്ടാമത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. അതിന്റെ ബെസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് യോഗ തന്നെയാണ്. കാരണം അതൊരു ഫിസിക്കലിന് പുറമെ അതൊരു മെയിൻലി മെന്റലി നമുക്കൊരു കാംനെസ് തരുന്ന, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ യോഗയിൽ പ്രാണായാമ, അതുപോലെ യോഗ ആസനാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ആ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ശരി, യോഗ മാത്രമാണോ? അല്ല. ഇന്ന് ഞാൻ യോഗയാണ് ചെയ്യുന്നതെങ്കിൽ നാളെ ഞാൻ നടക്കാൻ പോകണം. ഇന്ന് ഞാൻ നടക്കുകയാണെങ്കിൽ നാളെ ഞാൻ ഓടാൻ പോകണം. ഇന്ന് ഞാൻ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഈ റോഡിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ നമ്മൾ കാണുന്ന കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും, കാണുന്ന ആൾക്കാർ വ്യത്യാസമാണ്. അപ്പൊ ഇതെല്ലാം സെൻസ് ചെയ്യുന്ന നമ്മളെ ബ്രെയിനാണ്. അപ്പൊ ബ്രെയിൻ എപ്പോഴും ഒരു പുതിയ ലോകമാണ് കാണുന്നത്. ബ്രെയിനിന് വേണ്ടത് പുതിയ ലോകമാണ്. സ്ഥിരം കാണുന്ന ഈ അമ്മയും അച്ഛനും ഭർത്താവും കുട്ടികളും കൂട്ടുകാരും അല്ലാതെ ഒരു പുതിയ ലോകമാണ്. അതാണ് നമ്മളെ ബ്രെയിൻ. അപ്പം ബ്രെയിനിന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും, ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് സെറട്ടോണിൻ. അത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ടും മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് കെയർ ടെക്നിക്ക് എന്ന് പറയുന്നത്, പേടിയുള്ള കാര്യം, ഇപ്പൊ സ്വിമ്മിങ് പേടിയാണെങ്കിൽ സ്വിമ്മിങ് ചെയ്യാൻ പോണം. ഇപ്പോ യാത്രകള് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും അത് സാധ്യമാകുമെന്ന് അറിയില്ല. ഇപ്പൊ യാത്രയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഡ്രൈവിങ് ചെയ്ത് പോകണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സോളോ ഡ്രൈവ് പോവുക, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് ദിവസം, 2-3 ദിവസമെങ്കിലും മാറി നിൽക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഈ ജോലി സമയത്ത് നമുക്ക് വരുന്ന CMEസും കോൺഫറൻസും, ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ടൂറ് പോകാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി പോകുന്ന ഒരു ഇതാണ്. ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് കെയറിൽ വരുന്നത്. പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യം ഇഷ്ടത്തോടെ ചെയ്യുക. ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാം. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും നടക്കണം എന്നില്ല, എപ്പോഴും നമുക്ക് വിജയം മാത്രം കിട്ടണം എന്നില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യും, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ചെയ്യും, അത് വിജയിക്കണം, അങ്ങനെ ഒരു മൈൻഡ് നമ്മൾ മാറ്റുക. ചെയ്യുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും നല്ലതിന് വേണ്ടി
ഒരു പേപ്പർ എഴുതുന്ന കൂടിയാലും ഒരു ഫയൽ ഫില്ല് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും അത് ചെയ്യുക. അത് നമുക്ക് ഒരാൾ ഹെൽപ്പിന് ചോദിച്ചു വരും, അത് ചെയ്യാം. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ യോഗയിൽ ചിത്തപ്രസാദനം എന്ന് പറയുന്ന 4 ടെക്നിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, സുഖദുഃഖ, പുണ്യ, അപുണ്യ. ഈ 4 ടെക്നിക്സ് ആണ്. മൈത്രി എന്ന് പറയുന്നത് എഗൻസ്റ്റ് സുഖ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്ലിനെസ്. നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നല്ലതെന്ന് തോന്നുന്നു, സുഖ എന്ന് പറയുന്നത് സുഖമല്ല നല്ലത് എന്ന് തോന്നുന്നു, അതിനെല്ലാം നിങ്ങൾ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം, സ്വീകരിക്കുക. കരുണ എന്ന് പറയുന്ന സിമ്പതി അല്ല, എമ്പതിയാണ്. ഇപ്പൊ ഒരാൾ വീണു, നമ്മൾ അയ്യോ വീണു എന്ന് പറയുന്ന സിമ്പതിയാണ്. അതെടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്തോ, പക്ഷെ അതൊരിക്കലും നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതല്ല. അതേസമയം നീ ചെന്ന് അയാളെ ഹെൽപ്പ് ചെയ്യുക, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുത്ത് ചെയ്യുക. അപ്പം കരുണ എഗൻസ്റ്റ് ദുഃഖ. ആര് നിന്റെ മുമ്പിൽ സങ്കടപ്പെടുന്നു, ഇപ്പൊ ഒരു പേന ഇല്ലെന്നായിരിക്കും ഒരാൾ ബുദ്ധിമുട്ടുന്നത്. നമ്മള് ബാങ്കിൽ പോകുന്നു, സ്ഥിരം പരിപാടിയാണ്, ഒരു ഫോം ഫില്ല് ചെയ്യുന്നു, പേന നമ്മൾ കൊണ്ടുപോയില്ല, അടുത്തിരിക്കുന്ന ആളെ കാണും, അപ്പൊ നമ്മളെ പേന ഒന്ന് കൊടുക്കുക, ഒന്ന് എഴുതിക്കോ, തിരിച്ചു മേടിക്കാം. അതാണ് കരുണ, എമ്പതി. മുദിത എന്ന് പറയുന്നത് ഇപ്പോ എനിക്ക് പരിചയമാണ്, നമ്മൾ ഭയങ്കര കൂട്ടുകാരിയാണ്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ തെറ്റിപ്പിരിഞ്ഞു. പക്ഷെ ഇദ്ദേഹം നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്തു. അപ്പം 4 പേര് പറയുമ്പോൾ നിനക്കറിയാലോ അവളെ, എനിക്കറിയാം, നല്ല കുട്ടിയാണ്, പിരിഞ്ഞതും വഴക്കൊക്കെ വേറെ, അത് നന്നായിട്ട് ചെയ്തു, ഈ ഒരു കാര്യം പുള്ളിക്കാരത്തി വളരെ എഫിഷ്യന്റ് ആണ് എന്ന് നമ്മളൊരു ചിയർഫുൾ എൻകറേജ് ചെയ്ത് കൊടുക്കുക ആ നല്ല കാര്യങ്ങൾക്ക്. ഇനി ഉപേക്ഷണം, ലെറ്റ് ഗോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പാടുമാണ് എല്ലാവർക്കും ചെയ്യാൻ, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മൾ ഇടയ്ക്ക് തെറ്റിപ്പിരിയേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളിൽ എന്താണോ ഇഷ്ടമില്ലാത്തത് അത് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എനിക്കൊന്നും തരുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഒന്നും ചോദിക്കാൻ പോകരുത്, അതോടെ തീർന്നല്ലോ. ഇപ്പോ ചിലര് പറയും ഞാൻ എന്നും അതുവഴിയാ പോകുന്നത് കാറില്, ഞാൻ എന്നും നടന്നാ പോകുന്നത്, അവനും കാറുണ്ട്, എന്നെ ഒന്ന് കേറ്റാ അവന്, ഞാൻ 2-3 വട്ടം ചോദിച്ചു, അവൻ കേറ്റിയില്ല. അതാണ് എന്റെ വിഷമം. ഒരു വട്ടം ഞാൻ ചോദിച്ചു കേറ്റിയില്ല, 2ാമത് ഞാൻ ചോദിച്ചു കേറ്റിയില്ല, 3ാമത് ചോദിക്കാൻ പോണ്ട, അയാളോട് മിണ്ടാം, കാരണം അയാൾക്ക് നല്ല വശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതല്ല, ആ വ്യക്തിയോ ആ സാഹചര്യത്തിലോ നിങ്ങൾക്ക് എന്താണോ പ്രയാസം ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 4 ടെക്നിക്ക് നമ്മളെ ലൈഫിൽ മാത്രമല്ല, നമ്മളെ ഭക്ഷണ രീതിയിലും. ഇപ്പൊ ഞാനൊരു അസുഖമുള്ള പേഷ്യൻസിനോടും പറയുന്നതാണ്, നിങ്ങൾക്ക് ഡയബറ്റീസ് ആണ്, നിങ്ങൾ ഷുഗർ കഴിക്കാൻ പാടില്ല, അത് നിങ്ങൾ ഒഴിവാക്കണം, അത് അക്സെപ്റ്റ് ചെയ്യുക. ആ അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പല ബുദ്ധിമുട്ടുകളും, ഇപ്പോൾ പല സ്ത്രീകളും പറയുന്നതാണ്, കുറെ പേര് പറയുന്നുണ്ട്, കുറെ പേര് പറയുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് പല എക്സ്ട്രാ മാരിറ്റൽ ഇഷ്യൂസ് ഉണ്ടാവേണ്ട റീസൺസും ഇതാണ്. ഇപ്പൊ സംസാരിക്കുന്ന തന്നെ അവർ കുട്ടികളുടെ കാര്യമോ അവരുടെ ബിസിനസ് കാര്യങ്ങളോ ആയിരിക്കും. അത് വിട്ട് നമുക്ക് എന്താണ് ഇഷ്ടം, എനിക്കിങ്ങനെയായിരുന്നു, നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രേമിക്കുന്നതിന് മുമ്പോ സംസാരിക്കുന്ന പോലെ ആരും സംസാരിക്കുന്നില്ല ഇപ്പൊ. അത് സംസാരിക്കുമ്പോൾ തന്നെ ആ റിലേഷൻ കുറച്ചും കൂടെ മെച്ചപ്പെടും, ബെറ്റർ ആകും ആ റിലേഷൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വേറൊരാളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്. ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പോ ഓപ്പോസിറ്റ് പെയർ വന്നിട്ട് പറയും നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്നുമ്പോൾ നമ്മൾ ചീറിക്കൊണ്ടിരിക്കും, ദേഷ്യപ്പെടും. പക്ഷെ അവര് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ എക്സാമ്പിള്, ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നു, നമ്മളുടെ ബെറ്റർ ഹാഫാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് പറയാനുള്ള അഭിപ്രായം, ഈ സാരി കൊള്ളാമോ ഇല്ലെങ്കിൽ ഈ ചുരിദാർ കൊള്ളാമോ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് പറയും ഈ സാരി കൊള്ളില്ല, ഈ ചുരിദാർ കൊള്ളില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നല്ലത് ആഗ്രഹിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ബെറ്റർ ഹാഫ് എങ്ങനെ എടുക്കണോ അത് ഓക്കെ, അവള് ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞു, അത് എന്നെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടല്ല, എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊരു ആണായാലും പെണ്ണായാലും ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നങ്ങൾ പോലും. സ്ട്രെസ് കുറയുമ്പം തന്നെ ഈ പറയുന്ന ശരീരവേദന, ഈ നമ്മൾ എന്തുമാത്രം നല്ല ഭക്ഷണം കഴിച്ചിട്ടും ഒത്തിരി ആൾക്കാരുണ്ട്, പണ്ടത്തെ പോലെ അത്ര ഫാസ്റ്റ് ഫുഡ് അങ്ങനെ എടുക്കുന്നില്ല, എന്നിരുന്നാലും കുറെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുന്ന ഒത്തിരി ആൾക്കാരാണ്. എത്ര ഹെൽത്തി ഹാബിറ്റ്സ് കഴിച്ചിട്ടും അവർക്ക് ആ അസുഖത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ള. ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള
മൂഡിലല്ല നിങ്ങൾ. അതെ അതെ. അത് തന്നെയാണ് നമ്മുടെ ശരീരവും. ഓ. അതിന്റെ ഒരു എൻവയറമെന്റ് നിങ്ങൾ കൊടുക്കണം. ആ ഒരു എൻവയറമെന്റ് കൊടുത്താൽ മാത്രമേ ആ ബോഡി ആ വസ്തുക്കളെയും പറയുന്ന വൈറ്റമിൻസ് മിനറൽസ് അബ്സോർബ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു കൊടുക്കണമെങ്കിൽ മനസ്സ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കണം. ആ സ്ട്രെസ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ പറയുന്ന പാതി അസുഖവും മാറും. ഓക്കെ, അതിന് ചിട്ടയായ ഒരു ഭക്ഷണ രീതി നിങ്ങൾക്ക് ഉണ്ടാകണം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് സെൽഫ് കെയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം കൊടുക്കുക, മറ്റുള്ളവരാരും നിങ്ങൾക്ക് സന്തോഷം തരാൻ പോകുന്നില്ല. രണ്ടാമത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ചെറിയ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രെസ് കുറയും. മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ അവരെങ്ങനെ കാണുന്നു, നിങ്ങളുടെ വേ ഓഫ് രീതി മാറുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. അത് മൂന്നാമത്തെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ചിത്തപ്രസാദനം ടെക്നിക്ക്. നാലാമതെന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണും, സ്ട്രെസ് കുറയും. സ്ട്രെസ് കുറയുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ബോഡി നമുക്ക്. ഡോക്ടർ, അതുപോലെ നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വെല്ലുവിളികൾ നേരിടുന്ന, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എനിക്ക് ടോപ്പിക് വരുന്നത്, ഒന്നാമത് ഈ വെയിറ്റ് വെക്കുന്നത്. അതിനുശേഷം ഈ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ അവരിൽ ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടുള്ളതും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെയിറ്റിന്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വെയിറ്റ് ഇത് വരും. അത് ആഫ്റ്റർ ഡെലിവറി വരുന്നതാണ്. ഇപ്പൊ അതല്ലാതെ ഡെലിവറി അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞാലും പഴയ വെയിറ്റിലോട്ട് വന്ന സ്ത്രീകളും ഉണ്ട്. എന്നിരുന്നാലും ഒരു 35 പറയാൻ പറ്റില്ല, ഒരു 38, 39, 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ വെയിറ്റിൽ, നമ്മളെ ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ഹോർമോണൽ ചേഞ്ചസിന്റെ കാരണം കൊണ്ട്. അപ്പോൾ അതില് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമുക്ക് ഇൻഫ്ലമേഷൻ, വെള്ളം ബോഡിയിൽ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്, നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഇത് കൊണ്ടാണോ ഏതാണെന്നറിയില്ല, നമ്മളെ ശരീരത്തിലെ ഫാറ്റ് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നൊന്നും നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത്. നമ്മൾ മാനസികമായ സ്ട്രെസ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി. എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റിയും നമുക്ക് വെയിറ്റ് കുറയ്ക്കത്തില്ല. ഇപ്പം എൻ്റെ എക്സാമ്പിൾ തന്നെ, ഞാനൊരു 40 ആ ഏജ് കടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ റെഗുലറായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുവരെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് വെയിറ്റ് കൂടിക്കൊണ്ടുവരിക. വെയിറ്റ് കൂടുകയെന്ന് വെച്ചാൽ വെയിറ്റ് മെഷീനിൽ കൂടുന്നതല്ല, എൻ്റെ ശരീരത്തിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓടാൻ പോയി. ഞാൻ യോഗയിലേതൊന്നുണ്ട്, അങ്ങനെ ഞാൻ ഓടാൻ പോയിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ജിമ്മിലെ ഞാൻ ജിമ്മിലും പോയി ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് 2-3 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരവേദന കൂടുന്നതല്ലാതെ എനിക്കതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയാണ്, അതൊരു സ്റ്റേജ് എത്തും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ തന്നെ എൻ്റെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ എക്സസൈസുകളാണ് എനിക്ക് ഹെൽപ്ഫുൾ ആകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി, അത് വെച്ച് ഞാൻ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതിൻ്റെ ഇതൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അത് വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫ് കൂടെ തന്നെയാണ്. അതൊക്കെ വെച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് നല്ല ലോസ് ഉണ്ടായി. അപ്പൊ ഞാൻ അതെന്റെ വരുന്ന പേഷ്യൻസിലും അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അവരിൽ നല്ല വ്യത്യാസം ഉണ്ടായി. ഇനി നമുക്ക് പിന്നെ പറഞ്ഞ സ്കിന്നിന്റെ കാര്യമാണ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും സുന്ദരികളായിട്ടിരിക്കണം എന്ന ആഗ്രഹം. അപ്പൊ അതിന് ഫേസ് യോഗ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ഫേസ് എക്സസൈസുകളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രായത്തിൽ വരുന്ന ചുളിവുകളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. നമുക്ക് പക്ഷെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് എക്സസൈസും ഫേസ് യോഗയും ടെക്നിക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവത്തില്ല. വളരെ ഏജ്ഡ് ആയിട്ടുള്ളവരും വളരെ യങ് ആയിട്ട് നമുക്ക് ഇരിക്കുന്നതിന്റെ ഒരു റീസൺ അവർ ബൊട്ടോക്സോ അതൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല, അവരെത്രത്തോളം അവരെ ഹാപ്പി ആയിട്ട് വെക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് ഇത്രയും നാൾ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മളെത്ര സ്ട്രെസ് കുറവാണോ, ആ ടെൻഷൻ സ്ട്രെസ് കുറവ്, സ്ട്രെസ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് എങ്ങനെ ആ ടെൻഷൻ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന വെയിറ്റിലും അതുപോലെ സ്കിന്നിലും ഉണ്ടാകുന്ന എവിഡന്റ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഡോക്ടർ നമ്മളോട് പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.